അങ്ങനെ കുടുംബത്തിൻ്റെ മീതെ പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ചെലുത്തി അവരെ കൊണ്ട് ഇത് നിരാകരിപ്പിച്ചതുകൊണ്ട് പാർട്ടിക്ക് വല്ല മേന്മയുണ്ടാകും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അതുകൊണ്ട് പാർട്ടിക്ക് 10 വോട്ടെങ്കിലും കൂടുതൽ കിട്ടിയെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. VS-ൻ്റെ വീടിരുന്ന അമ്പലപ്പുഴയിലടക്കം, അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ആലപ്പുഴയിലടക്കം, മറുഭാഗത്തുള്ള കായംകുളത്തടക്കം പാർട്ടിക്കാർ ദയനീയമായിട്ട് തോറ്റുപോയി. പാർട്ടി സ്ഥാനാർത്ഥികളെ തോൽപ്പിച്ചതിൽ പാർട്ടി ചെയ്ത ഈ കടുങ്കയ്യനും ഒരു പങ്കുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. CPM-കാർക്ക് ബുദ്ധി ഉപദേശിക്കാനോ അവർക്ക് ബോധം തെളിയിക്കാനോ ആരും വിചാരിച്ചാലും സാധിക്കില്ല. അതുകൊണ്ട് കലികാലമാണ്. ഇതിലപ്പുറവും സംഭവിക്കും. 1 കൊണ്ടും 9 കൊണ്ടും പഠിക്കാത്ത ഒരു കൂട്ടരുണ്ടെങ്കിൽ അത് നമ്മുടെ നാട്ടിലെ മാർക്സിസ്റ്റുകാരാണ്. മാർക്സിസ്റ്റുകാരെന്ന് വെച്ചാൽ പാർട്ടിയിലെ സാധാരണ സഖാക്കളല്ല, പാർട്ടിയുടെ നേതാക്കന്മാരാണ്. സജി ചെറിയാനെ പോലെ, വാസവനെ പോലെ, P. രാജീവനെ പോലെ, PA മുഹമ്മദ് റിയാസിനെ പോലെ, MV ഗോവിന്ദനെ പോലെ, എല്ലാത്തിലും ഉപരി പിണറായി വിജയനെ പോലുള്ള നേതാക്കന്മാരുള്ളിടത്തോളം കാലം ഈ പാർട്ടി ഒരു കാരണവശാലും രക്ഷപ്പെടുകയില്ല. സംശയമുള്ളവർക്ക് ഞാൻ പറയുന്നത് എഴുതി വെക്കാം. യാതൊരു കാരണവശാലും ഈ പാർട്ടി ഇടതുപക്ഷ പ്രസ്ഥാനം രക്ഷപ്പെടാനോ നന്നാകാനോ ഇനി എന്തെങ്കിലും ഭരണത്തിൽ തിരിച്ചു വരാനോ ഈ നേതാക്കന്മാർ സമ്മതിക്കില്ല. ഇവരെ എല്ലാവരും കൂടി ഒരു കപ്പലിൽ കയറ്റി നടുക്കടലിൽ കൊണ്ടുപോയി ആ കപ്പലപ്പാടിന് മുക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇടതുപക്ഷ പ്രസ്ഥാനം രക്ഷപ്പെടാൻ ചെറിയൊരു സാധ്യതയുണ്ട്. അതിൻ്റെ ചെറിയ സാധ്യതയാണ്, ഞാൻ ഉറപ്പിച്ച് പറയുകയല്ല. പക്ഷേ ഇവർ ഈ പാർട്ടിയെ നശിപ്പിച്ചിട്ട് പോവുള്ളൂ എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല.